എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ചേനപ്പൂവ്. ചേനപ്പൂ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഇത് നമ്മൾ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കും. പക്ഷേ ഈ പൂവ് വിരിഞ്ഞു എന്ന് കണ്ടാൽ ആ 1-2 ദിവസത്തിനുള്ളിൽ ഉടനെ പൊട്ടിച്ച് തോരൻ വയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല നമുക്ക്. ഇതൊരു 3-4 വർഷത്തെ ചേനയായിരുന്നു. ഇത് പറിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ കടയൊന്നും കാണില്ല. എത്ര ദിവസമായി വിരിഞ്ഞിട്ടൊന്നും അറിഞ്ഞില്ല. അപ്പം ഇതിനെ ചേനടക്കം പറിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഇതിനെ നോക്കുമ്പോൾ ഭയങ്കര മണം. ഇത് എവിടെ നിന്നാന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. അപ്പം ഞാൻ ചേനയുടെ പൂവ് തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വല്ലതും ചത്ത് ചീഞ്ഞിരിക്കണ്ടോന്ന്. അതുമില്ല. അപ്പം പൊടുവാണ് മനസ്സിലാവണം ഈ ചേനപ്പൂവാണ് ഈ മണം എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു ഈ പൂവിന് ഇത്രയും വൃത്തിയായിട്ട മണമുണ്ട് എന്നുള്ളത്. ഈ ചേനപ്പൂ കണ്ടോടുകൂടി ചേനപ്പൂ തോരൻ വയ്ക്കണം എന്നുള്ള മോഹം മനസ്സിൽ നിന്ന് ഞാൻ വിട്ടുകളഞ്ഞു. വീടും പരിസരം മുഴുവനും നാറ്റം വന്നു എന്നുള്ളതാണ് ചുരുക്കം. അതുപോലെ തന്നെ ഈ പൂ നിൽക്കണണ്ട, ഇതെന്തൊരു ഭംഗിയാണ്. ഇത് നമ്മളെ പൂന്തോട്ടത്തിലൊക്കെ നിർത്താം, അത്രയും നല്ല ഭംഗി. ഇതെന്തുട്ടാന്ന് വെച്ചാൽ ഇതാണ് കസ്തൂരി മഞ്ഞൾ. അതിൻ്റെ പൂവാണിത്. ഇത് അരച്ച് മുഖത്ത് തേച്ചാൽ മുഖസൗന്ദര്യം വർദ്ധിക്കും. ഈ മഞ്ഞൾ പച്ച പറിച്ചെടുത്തിട്ട് അമ്മിക്കല്ലൊക്കെ അങ്ങനെ ഉരച്ച് എന്നിട്ട് മുഖത്ത് തേക്കാൻ പറ്റും. ഉണങ്ങിയതും പൊടിച്ച് മുഖത്ത് തേക്കാം. ഉണങ്ങിയത് നമുക്ക് ആ മരുന്ന് കടയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ഇത് കണ്ടോ, ഇത് പുതിനയിലയാണ്. പുതിന നമുക്ക് ഇത് കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇതിൻ്റെ തണ്ട് കുഴിച്ചിട്ടാൽ പലപ്പോഴും ഉണ്ടാവാറില്ല. ഞാൻ കൊണ്ടുവരുമ്പോൾ കുഴിച്ചിട്ട് നോക്കും. അതുപോലെ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് ഒരു തണ്ട്. അത് പൊടിച്ചു 2 പ്രാവശ്യം ഇതിൽ നിന്ന് മുറിച്ചിട്ടും പൊട്ടി തഴച്ചുണ്ടാവുക ചെയ്യുന്നത്. ഇത് നമുക്ക് പുതിന ചട്നി ഉണ്ടാക്കാം, ബിരിയാണിയിലിടാം, ഇറച്ചിയിലിടാം. പോലെ പുതിന ചട്നി ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടതുകൊണ്ട് പുതിന എടുക്കുക, നാളികേരം, തൈര്, നല്ല എരിവുള്ള പച്ചമുളക് കൂടുതലിടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി ഉപ്പും കൂടിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഇതാണ് പുതിന ചട്നി. മുളക് ചമ്മന്തി, അതുപോലെ സാധാരണ ചട്നി, ഗ്രീൻ പീസ് കറി, പിന്നെ ഇഡ്ഡലി.